ഒരു മുംബൈയിലാണെങ്കിൽ ഒടുവിൽ പൗലോസാണെങ്കിൽ അലീനയോട് മാപ്പ് യാചിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. കാര്യങ്ങളെല്ലാം നേരെ തിരിയുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പൗലോസിൻ്റെ ചിന്തകളെയെല്ലാം സ്റ്റാൻലി നല്ല രീതിയിൽ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. പൗലോസ് വിചാരിക്കുന്നത് താൻ വിചാരിക്കുന്നതേ നടക്കൂ. തൻ്റെ അടുക്കളയിൽ ആരും ഇനി പ്രവേശിക്കില്ല. താൻ ഈ ജോലിയിൽ തന്നെ നിൽക്കും. കേണൽ സാബ് തൻ്റെ വാക്ക് കേൾക്കുമെന്നൊക്കെ തന്നെയാണ്. ആദ്യം നമ്മുടെ കേണലാണെങ്കിൽ, സ്റ്റാൻലി ആണെങ്കിൽ അലീനയോട് ദേഷ്യപ്പെടാണ്. എൻ്റെ അനുമതിയില്ലാതെ ജോലിയിൽ നിന്നും ഇവരെ പുറത്താക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അലീനയോട് സ്റ്റാൻലി സംസാരിക്കുകയാണ്. മോളെ, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അവരുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതാണോ പപ്പ പറഞ്ഞത്, ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ഇവിടെ ചിട്ടയുണ്ടെന്ന്. ഇങ്ങനെ ഇത്തരം ചിട്ടയൊക്കെ എന്തിനു വേണ്ടിയാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് ചിട്ടയല്ല, ഒരു തരം തോന്നിവാസമാണെന്ന് അലീന എടുത്തു പറയുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ വീഴ്ചകൾ അത് നേരെയാക്കണമെന്ന് സ്റ്റാലിന് തോന്നുന്നുണ്ട്. കൂടാതെ തന്നെ തൻ്റെ മകളോട് ഇങ്ങനെ പെരുമാറിയ ജോലിക്കാരനിട്ട് നല്ല പണി കൊടുക്കണമെന്നും സ്റ്റാലിന് തോന്നുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ ജോലിക്കാരനോട് പറയുകയാണ്, മര്യാദയ്ക്ക് നീ എൻ്റെ മോളോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഒന്നും ശരിയാകുകയില്ല. നീ മാപ്പ് പറഞ്ഞേ മതിയാവുകയുള്ളൂ പൗലോസ് എന്ന് പറയുമ്പോൾ, എന്നാൽ മാത്രമേ നിനക്കിവിടെ നിൽക്കണം വേണ്ടയോ എന്ന് അവൾ തീരുമാനിച്ചാൽ മാത്രമേ നിനക്കിവിടെ ജോലിക്ക് ഇനി തുടരാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നീ ഇന്ന് തന്നെ കെട്ടും ബാണ്ടൊക്കെ എടുത്ത് ഇവിടെ നിന്ന് വിട്ടോ എന്ന് പറയുമ്പോൾ, പൗലോസ് ശരിക്കും അലീനയുടെ വില, അലീനയുടെ പവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോഴേക്കും പൗലോസ് ആണെങ്കിൽ ഓടിച്ചെന്ന് കുഞ്ഞെ, സോറി കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് ജോലിയിൽ നിന്നും പോവാതിരിക്കാൻ മാപ്പ് യാചിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്